എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടിൽ ഒരു പൂന്തോട്ടം എന്നത് സമ്പന്നന്മാരുടെ ആഡംബരമായോ സൗഭാഗ്യമായോ കരുതുന്നവരാണ് നമ്മളിൽ പലരും. വീട് 3-4 സെൻറ്റിനുള്ളിൽ ഒതുങ്ങുമ്പോൾ അതിൽ പൂന്തോട്ടത്തിന് എവിടെ സ്ഥാനം എന്ന് നാം കരുതുന്നു. നഗരപ്രാന്തങ്ങളിൽ ഇന്ന് ഫ്ലാറ്റ് സംസ്കാരം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫ്ലാറ്റുകൾക്കുള്ളിൽ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ ഒതുക്കി വയ്ക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയാണ്. എന്നാൽ ഈ കെട്ടിട സമുച്ചയത്തിലും നമുക്ക് ചെടികളെയും പൂക്കളെയും കണ്ടുണരാം. ഇന്ന് വീടുകളിൽ പൂന്തോട്ടം വച്ച് പിടിപ്പിക്കുന്നതിലും വീട് ചെടികൾ കൊണ്ട് അലങ്കരിക്കുന്നതിലും ആളുകൾ താൽപ്പര്യം കാണിക്കുന്നു. കണ്ണിന് ആനന്ദവും കുളിർമയും മാത്രമല്ല, നല്ലൊരു ആദായ മാർഗം കൂടെയാണ് ഈ ചെടികൾ. ഇന്ന് കേരളത്തിൽ പല വീട്ടമ്മമാരും ആന്തൂറിയം, ഓർക്കിഡ്, കുറ്റിമുല്ല തുടങ്ങിയ ചെടികൾ വച്ചുപിടിപ്പിക്കുകയും അത് വിജയകരമായി ആദായം നേടുകയും ചെയ്തിട്ടുണ്ട്. വർണ്ണപുഷ്പങ്ങൾ മാത്രമല്ല, ദേശാന്തരങ്ങളിലെ പല വളർത്തു മൃഗങ്ങളെയും വളർത്തു പക്ഷികളെയും അലങ്കാര മത്സ്യങ്ങളെയും നമുക്കിവിടെ ഇന്ന് കൃഷിദർശൻ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കണ്ടറിയാനായി പല ചെടികളുടെയും ശാസ്ത്രനാമങ്ങളും ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തേനീച്ച, കൂൺ, യമു മുതൽ കാട വരെയും, കോഴികൾ, നാടൻ പശുക്കൾ, കുതിര, കഴുത തുടങ്ങി അനേക ജീവജാലങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഒന്നുകൂടി എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും ഇവിടേക്ക് സ്വാഗതം. 40 വർഷമായി കേരള അതിർത്തി പ്രദേശമായ പാറശാല ചെറുവാരക്കോണം ഗ്രാമത്തിൽ 15 ഏക്കർ സ്ഥലത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും നന്നായി യോജിച്ച ഒട്ടനവധി പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുകയുമാണ് ആത്മനിലയം നഴ്സറി ഗാർഡൻ. വിശ്രമമില്ലാത്ത അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്തെടുത്തതാണ് ഉടമയായ റസാലത്തിന്റെ ജീവിതം. പട്ടിണി മാറ്റാൻ പച്ചക്കറി കൃഷിയും തുടർന്ന് വളർത്തിയ തേനീച്ചകളുമാണ് റസാലത്തിന്റെ ജീവിതത്തിന് മധുരം നൽകിയത്. പോലീസ് സേനയിലെ നീണ്ടകാല സേവനത്തിനു ശേഷം സ്വന്തമായി ഉണ്ടായിരുന്ന 12 സെന്റിലും ചെടികൾ നട്ട് ഒട്ടുചെടികളുടെ തോഴനായി. വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും പഠിച്ച ഒട്ടുവിദ്യ ഇദ്ദേഹം പരീക്ഷിക്കാത്ത ചെടികളില്ല. താങ്ങുകാലുകളില്ലാതെ വളർത്താവുന്ന കുറ്റി കുരുമുളകും കുറ്റി വെറ്റിലയും റസാലത്തിന്റെ കൈക്കുള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പൂച്ചെടികൾ മാത്രം വളർത്തുന്ന വെറും ഒരു നഴ്സറി ആയിരുന്നില്ല ഇദ്ദേഹം വിഭാവനം ചെയ്തത്. എന്തെങ്കിലും ഫലം ലഭിക്കുന്നവയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പൂച്ചെടികൾ പൂവിട്ടാൽ മാത്രമേ സന്തോഷം കാണുകയുള്ളൂ. എന്നാൽ കായ്ഫലങ്ങൾ തരുന്നതാണെങ്കിൽ അത്തരം ചെടികൾ നടാൻ ആളുകൾ താൽപര്യം കാണിക്കും. ഈ താൽപര്യമാണ് ഒരു തവണ എത്തിയവരെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നത്. പ്ലാവ്, മാവ്, ജാതി എന്നിവയ്ക്കാണ് ആദ്യകാലത്ത് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിലും ഇപ്പോൾ പ്രചാരത്തിലുള്ള എല്ലാവിധ ഫലസസ്യങ്ങളുടെയും നീണ്ട ശേഖരം ഇവിടെയുണ്ട്. പ്രായാധിക്യത്താൽ റസാലത്തിന് നഴ്സറി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാകാൻ കഴിയാത്തതുകൊണ്ട് മൂത്ത മകൻ ജയകുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ പണികൾ നടക്കുന്നത്. വാർഷിക പൂച്ചെടികൾ, ഓർക്കിഡുകൾ, ആന്തൂറിയം, മുളവർഗ്ഗങ്ങൾ, അലങ്കാര ഇലച്ചെടികൾ, ഒട്ടനവധി ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, ജലസസ്യങ്ങൾ, നിരവധി അപൂർവ അലങ്കാര മത്സ്യങ്ങൾ, നാടൻ പശുക്കൾ, ആടുകൾ, കോഴികൾ, നായ്ക്കൾ, പക്ഷികളിൽ കുഞ്ഞന്മാരായ ഫിഞ്ചസ് മുതൽ റോസല്ലയും കൊക്കാറ്റിയും വരെയുള്ള 50-ൽ പരം ഇനങ്ങളും 300 രൂപ മുതൽ 1.5 ലക്ഷം വരെ വിലയുള്ള മുന്തിയ ഇനം പക്ഷികളും മനുഷ്യരോട് ഇണങ്ങി വളരുന്ന എമ്മു, കാട, മുട്ടക്കോഴികൾ, അലങ്കാര കോഴികൾ
ഇവയെല്ലാം തന്നെ പ്രത്യേകമായ കൂടുകളിൽ സജ്ജീകരിച്ചു വളർത്തുന്നുണ്ട്. ഇവിടുത്തെ എണ്ണിയാലൊടുങ്ങാത്ത ഈ വർണ്ണപുഷ്പങ്ങൾ ആരെയും ഹഠാത് ആകർഷിക്കും. 100-ൽ പരം റോസ ഇനങ്ങൾ, ഗ്രൗണ്ട് ഓർക്കിഡുകൾ, ജർബറ, ബൊഗെയിൻവില്ല, വള്ളിച്ചെടിയായ ഹോയ്, നിരവധി ഇലച്ചെടികൾ, ബോൺസായി, അകത്തള സസ്യങ്ങൾ, വൻമരങ്ങളെ വലിയ ചട്ടികളിൽ വളർത്തി അവയുടെ വളർച്ച നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേക മിശ്രിതം തേച്ച് മുരടിപ്പിച്ചു വളർത്തുന്ന ആർബോറിക് കൾച്ചർ രീതിയിൽ ചെയ്ത മരങ്ങൾ ഇവിടെ വളർത്തിയിരിക്കുന്നു. ഇവയുടെ പല വർണ്ണങ്ങളെ ഏകോപിപ്പിച്ച് പ്രദർശിപ്പിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ചുറ്റുമതിലുകളിൽ തൂക്കിയിട്ട് വളർത്താവുന്ന വെർട്ടിക്കൽ ഗാർഡന്റെ മാതൃകയും ഇവിടെയുണ്ട്. പച്ചക്കറികൾ, പൂക്കൾ ഇവയെ നട്ടുപരിപാലിച്ചാൽ കണ്ണിന് കാണാൻ കൗതുകവും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും ലഭ്യമാക്കാം. വീട്ടിലൊരു ഉദ്യാനം ഏവരുടെയും ഒരാഗ്രഹമാണ്. ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ പ്രാവും കാടയും തേനീച്ചക്കൂടുമെല്ലാം 1 സെന്റിനുള്ളിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ളത് ഇവിടെ കാണാം. ചെടികളുടെ ഒട്ടുവിദ്യയിൽ വിദഗ്ധനായ റസാലത്തിന്റെ മറ്റൊരു കരവിരുതാണ് ആഞ്ഞിലി മരത്തിന്റെ പല ശാഖകളിൽ പല ഇനം പ്ലാവിന്റെയും ശീമപ്ലാവിന്റെയും മുകുളങ്ങൾ പിടിപ്പിച്ച് കായ്പിക്കുന്ന 20 വർഷം പഴക്കമുള്ള മരം. ഇത് യഥാകാലം കായ്ക്കുന്നു എന്നുള്ളതും ഒട്ടുവിദ്യയുടെ വിജയമാണ്. കാട്ടുതിപ്പലിയിൽ പന്നിയൂർ ഒന്നിന്റെ തല പൊട്ടിച്ച കുറ്റിക്കുരുമുളകും പ്ലാവുകളുടെ ഒട്ടുരീതിയും ഇവിടെ കാണാം. മനുഷ്യരുടെ വിവേകശൂന്യത കൊണ്ട് പരിസ്ഥിതി സൗഹൃദം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിത്രശലഭങ്ങൾ, ചെറുകിളികൾ, തേനീച്ചകൾ ഇവ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയെ ആകർഷിക്കുവാനായി തെച്ചി, ചെമ്പരത്തി, നന്ദ്യാർവട്ടം, മുളകൾ, ചെമ്പകം, നാട്ടുപൂഞ്ചെടികൾ ഇവയൊക്കെ കൊണ്ടുള്ള ചെറു പ്രകൃതി ഉദ്യാനവും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. പ്ലാവ്, മാവ് തുടങ്ങിയ നിരവധി ഇനങ്ങളുടെ ഒട്ടുതൈകളും വിദേശ ഇനങ്ങളായ മധുരിക്കുന്ന വാളൻപുളി, മിൽക്ക് ഫ്രൂട്ട്, മിനി ഓറഞ്ച്, ബറാബ തുടങ്ങി നോനി വരെയുള്ള ചെടികൾ കായ്ച്ചു നിൽക്കുന്നുണ്ടിവിടെ. ജന്മനക്ഷത്ര മരങ്ങൾ, അപൂർവ ഔഷധ സസ്യങ്ങൾ എന്നിവയും അവയുടെ പേരും ശാസ്ത്രനാമവും വിവരിച്ചിട്ടുണ്ട്. ചെടികൾ നട്ടുവളർത്തുവാൻ വേണ്ടി സിമന്റ് ചട്ടികളും കളിമൺ കരകൗശല പാത്രങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്.
ചെടി നടുവാൻ ആവശ്യമായ ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണ്ണിര വളം എന്നിവയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറുപ്പകാലത്ത് തന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തിയ തേനീച്ചകളോട് റസാലം ഇന്നും അതീവ ജാഗ്രത കാണിക്കുന്നു. കണ്ണാടിക്കൂടുകളിലൂടെ തേനീച്ചകളുടെ പ്രവർത്തനം പുറത്തുനിന്ന് കാണുന്നതിനുള്ള സൗകര്യവും പൂക്കളിൽ നിന്നും മാത്രമായുള്ള തേനും ഇവിടെ ആസ്വദിക്കാം. പിതാവ് റസാലത്തിന് ചെടികളോടാണ് പ്രതിബദ്ധതയെങ്കിൽ മകൻ ജയകുമാറിന് ചെടികളോടൊപ്പം അലങ്കാര മത്സ്യങ്ങൾ, കിളികൾ, മറ്റു മൃഗങ്ങൾ എന്നിവയോടാണ് താൽപര്യം. എൻ്റെ അച്ഛൻ കർഷകശ്രീ അവാർഡ് വാങ്ങിയ റസാലം, പുള്ളി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ റിട്ടയർ ആയപ്പോൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. അന്ന് കുരുമുളക്, ജാതി, ഗ്രാമ്പ് മുതലായ കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ച് 15 സെൻറ്റിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 15 ഏക്കറോളം സ്ഥലമുണ്ട്. ഞങ്ങൾ നഴ്സറിയുടെ വിജയം എന്ന് പറയുമ്പോൾ അന്ന് ആൾക്കാർക്ക് നല്ല വിശ്വാസമാണ്. കാരണം ഇവിടെ ഞങ്ങളെല്ലാം വിശ്വസ്തയോടെ വിൽക്കും. വലിയ മരങ്ങൾ വളർത്തി കായ്പ്പിച്ച് കാണിച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ കർഷകർ അപ്പോഴേ വന്നു തുടങ്ങി. ഓരോ വർഷവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ഇനം പൂച്ചെടികൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ സസ്യങ്ങൾ, ആട്, കോഴി, അക്വേറിയം, അലങ്കാര പക്ഷികൾ, തേനീച്ച വളർത്തൽ, ഇങ്ങനെ എല്ലാം ഉള്ള ഒരു വലിയൊരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞു. ജൈവ മുട്ടക്കോഴികളെ ആദായകരമായ മാതൃകയിൽ വളർത്താവുന്ന ഹൈടെക് കോഴിക്കൂടും ഇവയുടെ ആഹാര ഉച്ഛിഷ്ടങ്ങൾ തിന്നു വളരുന്ന നാടൻ കോഴികളുടെയും വളർത്തു മാതൃകകൾ ഇവിടെ കാണാം. കഴുതപ്പാലിന്റെ ഔഷധമൂല്യം ഇന്ന് പ്രചാരമേറിക്കൊണ്ടിരിക്കുന്നു. 1 ലിറ്റർ പാലിന് 2000 രൂപ വരെ വിലയുണ്ട്. അതിനാൽ തന്നെ ഇവിടെ കഴുതകളെയും പോറ്റുന്നുണ്ട്. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നീ നാടൻ പശുക്കളും ആടുകളും കുതിരകളും ഒക്കെ ഇവിടുത്തെ മൃഗശേഖരത്തിൽ കാണാം. പതിനഞ്ച് ഏക്കറിൽ ഒരുക്കിയിട്ടുള്ള ഈ വിസ്മയം കാർഷിക മേഖലയ്ക്ക് വേണ്ടുന്നതെല്ലാം സജ്ജീകരിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമുള്ള ജേക്കബ് റസാലത്തിന്റെയും മകൻ ജയകുമാറിന്റെയും പ്രവർത്തനങ്ങൾ കർഷകർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകി മുന്നേറുകയാണ്. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
മൂല്യവർദ്ധന സംരംഭങ്ങൾക്ക് സഹായം. കൃഷി അനുബന്ധ മേഖലകളിലെ ഉന്നത ബിരുദധാരികൾക്കായി അഗ്രി ക്ലിനിക് ആൻഡ് അഗ്രി ബിസിനസ് പദ്ധതി. പച്ചക്കറി വിപണികൾ തുടങ്ങാൻ സഹായം. കാർഷിക വാർത്തകൾ വിശദമായി. കൃഷി അനുബന്ധ മേഖലകളിലെ ഉന്നത ബിരുദധാരികൾക്ക് സംരംഭം തുടങ്ങാൻ കേന്ദ്ര സർക്കാരിന്റെ അഗ്രി ക്ലിനിക് ആൻഡ് അഗ്രി ബിസിനസ് പദ്ധതി. കാർഷിക ഉപകരണങ്ങളുടെ സർവീസ് കേന്ദ്രങ്ങൾ, തേനീച്ച വളർത്തൽ, മത്സ്യം വളർത്തൽ, ഹൈടെക് പോളി ഹൌസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. വ്യക്തികൾക്ക് 20 ലക്ഷം രൂപ വരെയും സംഘങ്ങളിലെ ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ എന്ന നിരക്കിലുമാണ് സഹായം. വിശദ വിവരങ്ങൾക്ക് www.agriclinics.net എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ജൈവ അരി ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആറന്മുളയിൽ നിന്ന് സർക്കാർ ബ്രാൻഡഡ് അരി വിപണിയിൽ എത്തുന്നു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓയിൽ പാം ഇന്ത്യയുടെ കോട്ടയത്തെ മോഡേൺ റൈസ് മില്ലിലാണ് ബ്രാൻഡഡ് അരി ഉൽപ്പാദിപ്പിക്കുന്നത്. കാർഷിക മൂല്യവർദ്ധന സംരംഭങ്ങൾ തുടങ്ങാൻ സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം സഹായം നൽകുന്നു. 50 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന പദ്ധതികൾക്കാണ് സഹായം. മൂലധന ചെലവിന്റെ 40% അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഏതാണ് കുറവ് ആ തുക സബ്സിഡിയായി ലഭിക്കും. മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്നും സബ്സിഡി സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. വ്യക്തിഗത സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഏജൻസികൾ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. പദ്ധതി ആരംഭിച്ച് കുറഞ്ഞത് 5 വർഷമെങ്കിലും സംരംഭം തുടരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471274210. മറ്റൊരു നമ്പർ 047127421113. വെബ്സൈറ്റ് വിലാസം www.sfackerala.org. (2016-2017) വർഷം വിവിധ ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്തതോ പ്രസിദ്ധീകരിച്ചതോ ആയ മികച്ച കാർഷിക പരിപാടിക്ക് നൽകുന്ന ഹരിതമുദ്ര അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. നോമിനേഷൻ ഈ മാസം 15-ന് മുൻപ് ലഭിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471231714. വെബ്സൈറ്റ് വിലാസം www.fibkerala.gov.in. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം രൂപീകൃതമായ മികച്ച എ ഗ്രേഡ് ക്ലസ്റ്ററുകൾക്കും ബ്ലോക്ക് തലത്തിൽ ഫെഡറേറ്റഡ് ക്ലസ്റ്ററുകൾക്കും പച്ചക്കറി വിപണികൾ തുടങ്ങാൻ സഹായം നൽകുന്നു. ഈ വിപണികളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് പുറമെ നഴ്സറി, ബയോഫാർമസി, ഇക്കോ ഷോപ്പ് തുടങ്ങിയവയ്ക്കും സഹായം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിലുള്ള കാർഷിക സാങ്കേതിക വിജ്ഞാന വിപണന കേന്ദ്രത്തിന്റെ പ്രവൃത്തി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാക്കി പുനഃക്രമീകരിച്ചു. കർഷകരുടെ സൌകര്യം കണക്കിലെടുത്താണ് കേന്ദ്രം രാവിലെ 9:30-ന് തുറക്കാൻ തീരുമാനിച്ചതെന്ന് മേധാവി ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,700 രൂപ, കോഴിക്കോട് 13,800 രൂപ, തൃശൂർ 13,000 രൂപ. കൊപ്ര കൊച്ചി 8,570 രൂപ, കോഴിക്കോട് 9,000 രൂപ, തൃശൂർ 8,850 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,400 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലം 9,200 രൂപ, മഞ്ഞൾ ഈറോഡ് 9,600 രൂപ. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 14,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 14,600 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 14,000 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 14,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,000 രൂപ, കൊപ്ര 8,765 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, ഗാർബിൾഡ് 60,500 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 350-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 475-നും 570-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 650-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 725 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 14,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,700 രൂപ, ഒട്ടുപാൽ 9,600 രൂപ, ലാറ്റക്സ് 9,200 രൂപ. കമ്പോള അവലോകനം. ലേലകേന്ദ്രത്തിലേക്കുള്ള ഏലക്ക വരവ് ചുരുങ്ങിയിട്ടും ഉൽപാദകരെ ഞെട്ടിച്ച് നിരക്ക് ഇടിഞ്ഞു. ശാന്തൻപാറയിൽ ഇന്നത്തെ ലേലത്തിൽ ആകെ 5,811 കിലോഗ്രാമിന്റെ ഇടപാടാണ് നടന്നത്. വരവ് കുറഞ്ഞിട്ടും മികച്ച ഇനങ്ങൾക്ക് ലഭിച്ച പരമാവധി വില കിലോയ്ക്ക് 1,225 രൂപയാണ്. ശരാശരി ഇനങ്ങളുടെ വില 1,068 രൂപ. മലബാർ മേഖലയിൽ കൊപ്ര ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. കോഴിക്കോട് കൊപ്ര 9,200 രൂപയിൽ കൈമാറി. മാസ ആദ്യമായതിനാൽ പ്രാദേശിക തലത്തിൽ എണ്ണയ്ക്ക് ആവശ്യം ശക്തമാണ്. സംസ്ഥാനത്തെ ഇതര വിപണികളിലും വെളിച്ചെണ്ണ മുന്നേറി. കുരുമുളക് കർഷകരും ഹൈറേഞ്ചിലെ സ്റ്റോക്കിസ്റ്റുകളും വിലക്കയറ്റം പ്രതീക്ഷിച്ച് ചരക്ക് നീക്കം നിയന്ത്രിച്ചു. കയറ്റുമതി മേഖലയിൽ നിന്ന് ഉൽപ്പന്നത്തിന് അന്വേഷണങ്ങളുണ്ട്. ടയർ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡിൽ 4ാം ഗ്രേഡ് റബ്ബർ വില വർദ്ധിച്ചു. കാർഷിക മേഖലകളിൽ നിന്നുള്ള ഷീറ്റ് വരവ് നാമമാത്രമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.2, 26.8. കൊച്ചി 34.7, 26.4. ആലപ്പുഴ 37.5, 27.4. പുനലൂർ 35.7, 24. തിരുവനന്തപുരം 35.3, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരൻ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളുണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇരകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ.